പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ദൈവത്തിന് സ്തുതി. ഇന്ന് ഈ ദിവസം 81. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികൻ നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. മാർച്ച് 16, 1985, 306. ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. പ്രായശ്ചിത്തത്തിൻ്റെയും സ്വയം നിഗ്രഹത്തിൻ്റെയും പാത പുൽകൂ. ശാരീരിക പദാർത്ഥ സംതൃപ്തിക്കായി അലഞ്ഞ് വഞ്ചിതരായി എൻ്റെ അസംഖ്യ കുഞ്ഞുങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഇന്ദ്രിയ നിഗ്രഹമെന്നോണം നിങ്ങൾ ശാരീരിക ഉപവാസം അനുഷ്ഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിഷയാസക്തിയുടെയും മയക്കുമരുന്നിൻ്റെയും വിഷത്താൽ അശുദ്ധമായി തീർന്നവരത്രേ. അശ്ലീല പ്രസ്ഥാനങ്ങളുടെ പ്രചാരണവും വൈദ്യശാസ്ത്രത്തിൻ്റെ കൈകടത്തലും അതിരുകടന്നിരിക്കുന്നു. സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങൾ മനസാക്ഷിയെ മലീമസമാക്കുന്ന ഉപാധികളായും തിന്മകളായും അശുദ്ധിയും പാപവും പ്രചരിക്കുവാനും ഉപയോഗിക്കുന്നു. ഇക്കാരണത്താൽ എനിക്ക് പ്രതിഷ്ഠിതരായിരിക്കുന്ന പ്രിയ മക്കളെ, ഞാൻ നിങ്ങളിൽ നിന്ന് വലുതായ പ്രായശ്ചിത്തം ആവശ്യപ്പെടുന്നു. അതിലൂടെ ഈ തിന്മയുടെ കുത്തൊഴുക്കിനെതിരെ ഒരു അണക്കെട്ട് നിർമ്മിക്കുവാൻ എനിക്ക് സാധിക്കും. വിഷയാസക്തിക്ക് വേണ്ടിയുള്ള ഭ്രാന്തമായ അന്വേഷണത്തിന് അതിരിടുന്നതിന് വേണ്ടിയുള്ള ഒരു സാക്ഷിയായി ഞാൻ നിങ്ങളിൽ നിന്ന് ഇന്ദ്രിയ നിഗ്രഹം ആവശ്യപ്പെടുകയാണ്. മനുഷ്യർ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടും അത്രേ ജീവിക്കുന്നതെന്ന് നിങ്ങൾ സാക്ഷ്യം നൽകണം. സകല തിന്മകളും വെടിഞ്ഞ് നിങ്ങൾ ആത്മീയോപവാസം അനുഷ്ഠിച്ച് നന്മയാലും പ്രസാദത്താലും പരിപുഷ്ടരാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് നമ്മെ ക്രിസ്തു സത്യം സ്വീകരിക്കുന്നതിൽ ഉത്സുകരും പ്രസാദവരത്തിൽ സ്ഥിരചരിതരുമാക്കി തീർക്കട്ടെ. വിശുദ്ധ ഗ്രന്ഥത്തിൽ സ്വർഗത്തിൽ പരിപുഷ്ടരാകുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങളുടെ സ്വർഗീയനാഥ നൽകുന്ന സന്ദേശങ്ങളും സ്വീകരിച്ച് ധന്യരായി ധ്യാനിച്ചു ജീവിക്കുക. ജ്ഞാനസ്നാന സമർപ്പണത്തിനും വിശ്വസ്തതയ്ക്കും നിരക്കാത്ത സകല ആദർശങ്ങളും ചിന്തകളും കൈവിടുക. സർവ്വസൃഷ്ടികളോടും വസ്തുക്കളോടും നിങ്ങളോട് തന്നെയും വൈരാഗ്യമുണർത്തുന്ന ഹൃദയത്തിൻ്റെ ഉപവാസമാണ് അടുത്തതായി ഞാൻ ആവശ്യപ്പെടുന്നത്. കടിഞ്ഞാണില്ലാത്ത സ്വാർത്ഥത മൂലം എത്ര കോടികളാണ് തങ്ങൾക്കു തന്നെയും തങ്ങളുടെ വസ്തുക്കൾക്ക് പോലും അടിമകളായി പരസ്പര ധാരണയോ സ്നേഹാവബോധമോ ഇല്ലാതെ നശിക്കുന്നത്. അങ്ങനെ അവർ പാവങ്ങളുടെയും ദരിദ്രരെയും ഒറ്റപ്പെടുന്നവരുടെയും ആവശ്യങ്ങൾക്ക് മുമ്പിൽ ഹൃദയവാതിലുകൾ അടയ്ക്കുന്നു. ആവശ്യത്തിനും ബുദ്ധിമുട്ടുകൾക്കും ആയ മനുഷ്യർക്കെതിരെ അവർക്ക് കാണുവാൻ സാധിക്കാതെയാകുന്നു. ചെറിയ തിന്മയിൽ നിന്ന് പോലും നിങ്ങളുടെ ആത്മാവിനെ സംരക്ഷിക്കുന്ന ഒരാത്മാവിൻ്റെ ഉപവാസത്തിന് ഞാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യ പാപങ്ങളിൽ നിന്ന് ഓടിയകന്ന് പരിശുദ്ധാരൂപിയാൽ നയിക്കപ്പെടുവാൻ അനുവദിക്കുക. ആത്മപരിശോധന ദിനം പ്രതി നടത്തുക. ചിട്ടയായ കുമ്പസാരം പതിവാക്കുക. ലളിത പാപ സാഹചര്യങ്ങളും ഒഴിവാക്കുക. ശുദ്ധതയും പ്രസാദവും കാക്കുവാൻ ദൂരദർശനും സിനിമയ്ക്കും നേരെ കണ്ണുകളും കാതുകളും കൊട്ടിയടയ്ക്കുക. ഇപ്രകാരം നിങ്ങൾ ഉപവസിക്കുകയാണെങ്കിൽ തിന്മയുടെ പ്രളയത്തിനെതിരെ നിങ്ങളുടെ രക്ഷാകവചങ്ങൾ നിർമ്മിക്കുവാനും നഷ്ടസന്താനങ്ങളുടെ തിരിച്ചുവരവിനും ഹോമയാഗമർപ്പിക്കുകയാവും. ഇപ്രകാരം നിങ്ങൾ എൻ്റെ സമാധാനത്തിൻ്റെ ഉപകരണങ്ങളായി നിങ്ങളുടെ സ്വർഗീയനാഥ തെളിയിച്ച പാതയിലൂടെ സഞ്ചരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ സമാധാനം വിതറും. ഡോങ്കോ, ഏപ്രിൽ 4, 1985, ഹോളി തേഴ്സ്ഡേ. 307. നവവേദനയുടെ നിമിഷങ്ങൾ. എൻ്റെ വത്സല മക്കളെ, എൻ്റെ വിമല ഹൃദയത്തിൽ ജീവിച്ച് എന്നോടുകൂടെ എൻ്റെ പുത്രൻ യേശുവിൻ്റെ കാരുണ്യ സ്നേഹജ്വാലയിൽ അഭയം തേടൂ. അവിടുത്തെ ജീവിതകാലത്ത് ഇതിനായി അവിടുന്ന് എത്രമാത്രം ദാഹിച്ചു. എൻ്റെ വേദനകൾക്ക് മുൻപ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുവാൻ ഞാൻ അത്രമാത്രം ആഗ്രഹിച്ചു. പെസഹ വ്യാഴാഴ്ചയാണിന്ന്. പരിശുദ്ധ കുർബാനയുടെ സ്ഥാപന ദിനമാണിന്ന്. ദിവ്യകാരുണ്യത്തിലൂടെ അവിടുന്ന് ഇന്നും നിങ്ങളുടെ മധ്യേ വസിക്കുന്നു. ഉടമ്പടിയുടെ പ്രസ്തുത ബലി മൗതികമായി ആചരിച്ച് അവിടുന്ന് നിങ്ങളോടൊത്ത് കഴിയുന്നു.
പൗരോഹിത്യ സ്ഥാപന ദിനമാണിന്ന്. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന അപ്പോസ്തോലന്മാരോടുള്ള അവിടുത്തെ കൽപ്പനയനുസരിച്ച് അവരുടെ അനുയായികളാൽ ഇന്നും പരിശുദ്ധമായത് ആചരിക്കപ്പെടുന്നു. വത്സല മക്കളെ, ഇന്ന് നിങ്ങളുടെ ദിനമാണ്. നിങ്ങളുടെ പൗരോഹിത്യ ഉപാസന ആവർത്തിച്ചുകൊണ്ട് മെത്രാന്മാരോടൊത്ത് നിങ്ങൾ ഈ കർമ്മം അനുഷ്ഠിക്കുമ്പോൾ ഞാൻ അതീവ വ്യാകുലത്തോടെ നിങ്ങളെ വീക്ഷിക്കുന്നു. എന്തെല്ലാം അപകടങ്ങൾ നിങ്ങളെ വലയം ചെയ്യുന്നു, എത്രയോ വിഘാതങ്ങൾ ശത്രു സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ പാതയിൽ വൈദിക അനുഷ്ഠാനങ്ങൾ വിശ്വസ്തയോടുകൂടി അനുഷ്ഠിക്കുന്നതിന് പതിയിരിക്കുന്ന പ്രയാസങ്ങൾ എത്ര! കുർബാന സ്ഥാപനത്തിന് ശേഷം ഗെത്സമനിയിലെ വലിയ വേദനയിൽ സഹായവും ആശ്വാസവും ഏറ്റവും ആവശ്യമായിരുന്ന ആ നിമിഷങ്ങളിൽ യേശു ഒറ്റപ്പെടുകയാണ്. തൻ്റെ സ്വന്തക്കാരാൽ യൂദാസിനാൽ ഒറ്റിക്കൊടുക്കപ്പെട്ടും പത്രോസിനാൽ നിഷേധിക്കപ്പെട്ടും അവൻ പരിത്യജിക്കപ്പെടുകയാണ്. ലോകമോഹങ്ങളാൽ ആകൃഷ്ടരായി കർത്താവിനെയും സഭയെയും ഉപേക്ഷിക്കുന്ന എത്രയോ മക്കൾ എൻ്റെ പ്രിയപ്പെട്ട നിങ്ങളുടെ ഇടയിലുണ്ട്. നിങ്ങളുടെ സമയത്തിൻ്റെ താല്പര്യങ്ങൾക്കും ചിന്താധാരയ്ക്കും അനുയോജ്യരായി കൂടുതൽ സ്വീകാര്യരാകപ്പെടുവാൻ എത്രയോ പേർ ഇന്നും യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു. ഭയവും ഭീരുത്വവും കൊണ്ട് അനേകർ പത്രോസിൻ്റെ പ്രവൃത്തി ആവർത്തിക്കുന്നു. പലരും ഇന്നത്തെ ഫാഷനൊപ്പം എത്തുവാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന ഭയത്തിലാണ് ഇപ്രകാരം ചെയ്യുവാൻ തുനിയുന്നത്. ഈ പെസഹ വ്യാഴാഴ്ച എൻ്റെ വിമല ഹൃദയത്തിൽ അജഗണത്തിൽ നിങ്ങളെ എല്ലാവരും ക്രിസ്തുവിനും അവിടുത്തെ സുവിശേഷത്തിനും വിശ്വസ്തരായി അണിനിരത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഭയപ്പെടുകയും നഷ്ടധൈര്യരാവുകയും ചെയ്യരുത്. ഭീതിയുടെ, മതത്യാഗത്തിൻ്റെ, വിശ്വാസവഞ്ചനയുടെ രാത്രി ലോകത്തിൻ്റെയും സഭയുടെയും മുകളിൽ ഇറങ്ങിക്കഴിഞ്ഞു. യേശുവിൻ്റെ മൗതിക ശരീരം ഒരു പുതിയ വേദനയിലാണ് ഇന്ന്. അന്ന് ചെയ്തതെല്ലാം ഇന്ന് ഒരു പുതിയ രീതിയിൽ ആവർത്തിക്കപ്പെടുന്നു. ഉപേക്ഷിക്കൽ, ഒറ്റിക്കൊടുക്കൽ, തള്ളിപ്പറയൽ എല്ലാം. എൻ്റെ വിമല ഹൃദയത്തിൽ രൂപം കൊണ്ട നിങ്ങൾ നവ പെസഹ വ്യാഴാഴ്ചയുടെ വേദനയുടെ മണിക്കൂറുകളിൽ യോഹന്നാൻ ശ്ലീഹായോട് പോലെ പ്രാർത്ഥനയോടും പ്രത്യാശയോടും കൂടെ ഉണർന്നിരിക്കുക. ടോങ്ഹോ, ഇറ്റലി, ഏപ്രിൽ 5, 1985 ദുഃഖവെള്ളി 308. നിങ്ങളുടെ ദുഃഖാത്മകമായ പങ്കുപാടുകൾ. എൻ്റെ പ്രിയ മക്കളെ, എൻ്റെ വിമല ഹൃദയത്തിൽ ഒരിക്കൽ കൂടി അണിനിരന്നെങ്കിൽ മാത്രമേ ദൈവത്തിരുമനസ്സാകുന്ന ഈ കുരിശ് നിർവിഘ്നം വഹിക്കുവാൻ നിങ്ങൾ പ്രാപ്തരാവുകയുള്ളൂ. ദൈവത്തിരുമനസ്സിൽ നിന്ന് വിട പറയാതെ അനുദിന ക്ലേശങ്ങൾ സന്തോഷത്തോടെ വഹിക്കുക. സംശയവീക്ഷണത്തിനും തെറ്റിദ്ധാരണകൾക്കും പരിത്യക്താവസ്ഥയുമാണ് നിങ്ങളുടെ മുറിവുകൾ. ഏവർക്കും അജ്ഞാതമായിരിക്കുന്ന സ്വർണത്തെ പോലെ വിലയേറിയ ആത്മാവിൻ്റെ മുറിവുകൾ. ഈ മുറിവുകളിൽ നിന്നൊഴുകുന്ന ചുടുനിണം പൂശിയാണ് നിങ്ങളുടെ സഹോദര വൈദികരുടെ ആത്മാക്കളെ ഞാൻ ജ്വലിപ്പിക്കുന്നത്. നിങ്ങളുടെ കാൽവരി കയറ്റം നിങ്ങൾ എനിക്ക് വേണ്ടി നടത്തുന്ന യാത്രയാണ്. അനേകം ഭയപ്പാടുകൾക്ക് മധ്യേ സംശയാലുക്കളും അവിശ്വാസികളുമായ അനേകരുടെ ഇടയിലൂടെ തനിച്ച് പൂർണ്ണ വിശ്വാസത്തോടു കൂടിയുള്ള യാത്രയാണ് ഇത്. നിങ്ങളുടെ ദാഹം നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ക്ഷീണമാണ്, നിങ്ങളുടെ തളർച്ചയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന ചാട്ടവാർ പിണരുകൾ എൻ്റെ ശത്രുവാനിലുള്ള പ്രലോഭനങ്ങളാണ്. ഏറെ തവണ മുറിവേൽപ്പിക്കപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളുടേതുപോലുള്ള നിങ്ങളുടെ ശരീരത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനമാർഗത്തെ തടയുന്ന വിഷസർപ്പങ്ങളുടേതാണ് ആ ശിക്ഷാവിധിയുടെ കരച്ചിൽ. ഏകനായി എല്ലാ ബന്ധുക്കളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും അകന്ന് പലപ്പോഴും ഉത്തമ സുഹൃത്തുക്കളാൽ പുച്ഛിച്ചു തള്ളപ്പെട്ട ഒരു പരിത്യക്താവസ്ഥയിലേക്കാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്. നിങ്ങളുടെ പാർശ്വത്ത് എപ്പോഴും ദുഃഖമയിയായ ഈ അമ്മയുണ്ട്. അവളോടൊപ്പം നിങ്ങളുടെ കഷ്ടപ്പാടുകൾ അനുദിനം ഒരു ബലിമൃഗത്തെ പോലെ അഗ്നിയിൽ സ്വയം നിങ്ങളുടെ വൈദിക സഹോദരങ്ങൾക്ക് വേണ്ടി കത്തി ദഹിച്ചുകൊണ്ട് അവളോടൊപ്പം നിങ്ങളും നിങ്ങളുടെ ദുഃഖഭംഗിരമായ കഷ്ടതകൾ സഹിക്കുക. എങ്കിൽ ബലിവസ്തുക്കളാക്കപ്പെടുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് അജ്ഞാതരായിട്ടാണ് സ്വയം കത്തിനശിക്കുന്നത്. എളിമപ്പെടുത്തലും താഴ്മയും പുറന്തള്ളലും അജ്ഞാതവാസവും അഭേദ്യമായ നിശബ്ദതയുമാണ് നിങ്ങളുടെ മരണം. നിങ്ങളുടെ അമ്മയുടെ നിർമ്മലമായ വക്ഷസ്സാണ് എൻ്റെ ഏറ്റവും വാത്സല്യമുള്ള പുത്രന്മാരായ നിങ്ങൾക്കുള്ള ശവകുടീരം. പാസ്കര, ഇറ്റലി, മെയ് 2, 1985 309. നിങ്ങളുടെ പാപപരിഹാരം. ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന പാതയിലൂടെ നിരുത്സാഹം മൂലമോ ആത്മവിശ്വാസമില്ലായ്മ കൊണ്ടോ മാർഗഭ്രംശം സംഭവിക്കാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. വിജയകാഹളമൂതിക്കൊണ്ടിരിക്കുന്ന എൻ്റെ സൈന്യനിരയെ തടസ്സപ്പെടുത്തുന്നതിനായി എൻ്റെ ശത്രു ഒരുക്കിയിരിക്കുന്ന മാരകമായ കെണികളാണിവയെല്ലാം.
നിങ്ങൾക്കിടയിൽ അന്തഃഛിദ്രവും തെറ്റിദ്ധാരണകളും വളർത്തുവാൻ ഈ മാർഗങ്ങളിലൂടെയെല്ലാം അവൻ ശ്രമിക്കുന്നു. പൗരോഹിത്യ കർമ്മ നിർവഹണം നിങ്ങൾക്കൊരു ഭാരമായി അനുഭവപ്പെടുവാൻ അവൻ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ പലപ്പോഴും അഭിമുഖീകരിക്കേണ്ടി വരുന്ന പരിത്യക്താവസ്ഥയുടെയും തെറ്റിദ്ധാരണയും മൂലം അവൻ നിങ്ങളുടെ മുന്നിൽ മുഴപ്പിച്ചു കാണിക്കുന്നു. സാത്താൻ ഒരുക്കിയിരിക്കുന്ന കെണികൾക്ക് മുൻപിൽ ഇതികർത്തവ്യാമൂഢരായി നിൽക്കേണ്ട. കാരണം എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരാകുവാനുള്ള ക്ഷണം സ്വീകരിച്ച ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള കുഞ്ഞുമക്കൾ ഒന്നുചേർന്ന് രൂപീകരിച്ച ശാന്തമായ ആ സൈനിക നിര എൻ്റെ ശത്രുവിൽ ഭയത്തിൻ്റെ കരിനിഴലുകൾ വിതച്ചിരിക്കുകയാണ്. ശിശുസഹനമായ ആ പരിത്യക്താവസ്ഥയോടെ നിങ്ങൾ എനിക്ക് മറുപടി നൽകുക. നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന എല്ലാ പ്രശ്നങ്ങളും ശിശുസഹജമായ മനസ്സോടെ നിങ്ങൾ എനിക്ക് കാഴ്ചവെക്കൂ. സന്തോഷവും സങ്കടവും ആത്മീയമായ പരിവേഷങ്ങളും നിങ്ങളുടെ ആത്മാവിൻ്റെ മുറിവുകളും എന്നു വേണ്ട നിങ്ങൾക്ക് പ്രയാസകരമായി തോന്നുന്ന എന്തും നിങ്ങൾ എന്നിൽ അർപ്പിക്കൂ. ദൃഢീകരിക്കപ്പെട്ട തുടർച്ചയായ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ എനിക്ക് പ്രത്യുത്തരം നൽകുക. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ചെറിയ പോറൽ പോലും തടഞ്ഞു നിർത്തുവാനുള്ള ശക്തി യേശുവിൽ നിന്ന് ലഭിക്കും. അങ്ങനെ നിങ്ങളുടെ മാർഗ്ഗെ അപകടങ്ങളിലേക്ക് നയിക്കുന്നതിനായി ഒരുക്കിയിരിക്കുന്ന കെണികളിൽ നിന്നകന്നു മാറുവാൻ വേണ്ട ബോധജ്ഞാനത്തിൻ്റെ ദിവ്യപ്രകാശം പരിശുദ്ധാത്മാവിൽ നിന്ന് നിങ്ങൾക്ക് സിദ്ധിക്കും. പിതാവിൽ നിന്ന് തൻ്റെ ദൈവിക പദ്ധതിയോടുള്ള മൃദുവും പുത്രസഹജവുമായ ഒരു പരിത്യാഗത്തിൻ്റെ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങളെ സ്നേഹം കൊണ്ട് നിറയ്ക്കും. എനിക്കായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ മെയ് മാസത്തിൽ നിങ്ങളുടെ സ്വർഗീയ അമ്മയോട് കാണിക്കുന്ന എല്ലാ നിന്ദകൾക്കും നിങ്ങൾ ആത്മാർത്ഥമായി പരിഹാരം ചെയ്യുക. സ്വർഗീയ മാതാവിൻ്റെ പരസ്യമായ അധിക്ഷേപത്തിൽ സ്വർഗം മുഴുവനും ധാർമ്മിക രോക്ഷത്താൽ വിറയ്ക്കുകയാണ്. യേശുവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുകയും മഹത്വീകരിക്കപ്പെടുകയും ചെയ്യുന്ന സൃഷ്ടിയെ സംരക്ഷിക്കുവാൻ അവൻ സ്വയം തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു പോന്ന നിങ്ങളുടെ ഈ ദരിദ്ര രാജ്യം പരസ്യമായി എന്നോട് കാണിച്ച ഈ നിന്ദയ്ക്ക് പ്രഹരശിക്ഷ അനുഭവിക്കുവാൻ പോകുന്നു. എൻ്റെ ആദ്യ പുത്രന്മാരിൽ മാർപ്പാപ്പ മാത്രമേ ഇതിനെതിരെ ശബ്ദമുയർത്തുകയും ഇതിന് പരിഹാരം ചെയ്യാൻ മുന്നോട്ട് വരികയും ചെയ്തുള്ളൂ. മറ്റുള്ളവരുടെ മൗനം എൻ്റെ ഹൃദയത്തെ കുത്തി മുറിവേൽപ്പിക്കുന്നു. ഹൈരാർക്കിയിലെ മറ്റംഗങ്ങളെല്ലാം ഇതിൽ നിശബ്ദത പാലിച്ചു. എന്നോടുള്ള ഈ കഠിനമായ നിന്ദയെ പരസ്യമായി നീതീകരിക്കുവാൻ ചില മെത്രാന്മാരും വൈദികരും മുതിർന്നു എന്നുള്ളതാണ് അതിലും ദുഃഖകരം. സഭയിൽ പിളർപ്പുകളും ഭിന്നതകളും ഉണ്ടാകുന്നതിനുള്ള സമയം ഇതാ അടുത്തിരിക്കുന്നു. ക്രൂരമായ ഒരു മർദ്ദനം നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നസങ്കുലിതമായ സമയമാണിത്. ഇക്കാരണത്താൽ തുടർച്ചയായ പ്രാർത്ഥനകളും പ്രായശ്ചിത്ത പ്രകരണങ്ങളും ശിശുസഹജമായ നിസ്സഹായ അവസ്ഥയും പ്രകടിപ്പിക്കുവാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. അപ്പോൾ എൻ്റെ വത്സല മക്കളെ, മുറിവുകളിലൂടെ രക്തം വമിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ വിമല ഹൃദയം നിങ്ങളുടെ സ്നേഹം കൊണ്ട് ലേപനം ചെയ്യപ്പെടുകയും ആശ്വാസം കണ്ടെത്തുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് നമ്മളെ 80 ദിവസങ്ങളുടെ അപ്പോഴേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഈ വായന പൂർത്തീകരിക്കുവാൻ നമ്മൾ ഏകദേശം ഇനി പകുതി ഭാഗത്തോളം തന്നെ വായിച്ചു തീർക്കാനുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ അതിന് സഹായിക്കട്ടെ. ഓരോ ദിവസവും വായിക്കുന്ന കാര്യങ്ങളിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ പ്രേരണകൾ അനുസരിച്ച് ജീവിക്കുവാനും പ്രായശ്ചിത്തത്തിൻ്റെയും പാപപരിഹാരത്തിൻ്റെയും എളിമയുടെയും സ്വയം വിട്ടുകൊടുക്കലിൻ്റെയും ഒരു ജീവിതം നമുക്ക് നയിക്കാം. ഈശോയ്ക്ക് വേണ്ടി ഈ യാതനകൾ നമുക്ക് സ്വീകരിക്കാം. അവിടെ നൽകുന്ന കൊച്ചു കൊച്ചു കുരിശുകൾ സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ പിന്നാലെ പോകാം. ഈ എളിയ മാർഗത്തിലൂടെ, ഇടുങ്ങിയ വാതിലിലൂടെ നമുക്ക് പ്രവേശിക്കാൻ ശ്രമിക്കാം. ബലമുള്ളവർ അത് കീഴടക്കുന്നു എന്ന് വചനം പറയുന്നുവല്ലോ. യേശുവിൻ്റെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ നന്ദി. ദൈവമേ സ്തോത്രം, ദൈവമേ ആരാധന, ദൈവമേ മഹത്വം. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി. യേശുവെ നന്ദി. ഹാലേലുയ്യ, 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 ഹാലേലുയ്യ.